നമസ്കാരം, എല്ലാവർക്കും സുഖമാണല്ലോ. വളരെ സന്തോഷത്തോടെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. കാരണം ലോഗോസ് ക്യൂസിൻ്റെ ഭാഗങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ തുടങ്ങിയ അവസരത്തിൽ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് എൻ്റെ കൈപ്പടയിൽ എഴുതണം എന്നുള്ളത്. ഇന്ന് അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ലോഗോസ് ക്യൂസുമായിട്ട് ബന്ധപ്പെട്ട ന്യായാധിപന്മാരുടെ പുസ്തകം 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ, പ്രഭാഷകൻ 34 മുതൽ 40 വരെയുള്ള അധ്യായങ്ങൾ, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ, 2 കൊരിന്തോസ് 7 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ, ഇത്രയും ഞാൻ എൻ്റെ കൈപ്പടയിൽ എഴുതി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പം അടുത്ത ദിവസം ഇത് ബൈൻഡൊക്കെ ചെയ്ത് ഇങ്ങനെയുള്ള ഒരു ബൈബിളിൻ്റെ രൂപത്തിൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്ന ബൈബിൾ ഭാഗം 2 കൊരിന്തോസ് 10 11 അധ്യായങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ആരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ടെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: ഞങ്ങളെ ജഡികന്മാരായി കരുതുന്ന ചിലരെ. അത് 10-ാം അധ്യായം 2-ാം വാക്യത്തിലാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം: അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെടിയുമെന്ന് കരുതുന്നത് ആരെയാണ്? ഉത്തരം: പൗലോസിനെ. അത് 10-ാം അധ്യായം 1-ാം വാക്യത്തിലാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം: കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്തിനെന്നാണ് പറയുന്നത്? ഉത്തരം: നിങ്ങളെ പടുത്തുയർത്താനാണ്, നശിപ്പിക്കാനല്ല. അത് 10-ാം അധ്യായം 8-ാം വാക്യത്തിലാണുള്ളത്. നാലാമത്തെ ചോദ്യം: പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികൾ ആരാണ്? ഉത്തരം: ആത്മപ്രശംസ നടത്തുന്നവർ. അത് 10-ാം അധ്യായം 12-ാം വാക്യത്തിലാണുള്ളത്. അഞ്ചാമത്തെ ചോദ്യം: തന്നെ പ്രശംസിക്കുന്നവരെയല്ല, പിന്നെ ആരാണ് സ്വീകാര്യൻ? ഉത്തരം: കർത്താവ് പ്രശംസിക്കുന്നവൻ. അത് 10-ാം അധ്യായം 18-ാം വാക്യത്തിലാണുള്ളത്. ആറാമത്തെ ചോദ്യം: ആരാണ് ഹവ്വയെ തന്ത്രപൂർവം ചതിച്ചത്? ഉത്തരം: സർപ്പം. അത് 11-ാം അധ്യായം 3-ാം വാക്യത്തിലാണുള്ളത്. ഏഴാമത്തെ ചോദ്യം: ആരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് പൗലോസ് പറഞ്ഞത്? ഉത്തരം: ഈ അപ്പസ്തോല പ്രമാണികളേക്കാൾ. അത് 11-ാം അധ്യായം 5-ാം വാക്യം. എട്ടാമത്തെ ചോദ്യം: അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞത്? ഉത്തരം: കപടനാട്യക്കാരായ അപ്പോസ്തലന്മാരെയും വഞ്ചകരായ ജോലിക്കാരെയും കുറിച്ച്. അത് 11-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് ഉള്ളത്. ഒൻപതാമത്തെ ചോദ്യം: എത്ര പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: 3 പ്രാവശ്യം. അത് 11-ാം അധ്യായം 25-ാം വാക്യത്തിലാണ് ഉള്ളത്. പത്താമത്തെ ചോദ്യം: ദമാസ്കസിൽ വെച്ച് അരേത്തസ് രാജാവിൽ നിന്ന് പൗലോസ് രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? ഉത്തരം: മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ കുട്ടയിൽ താഴേക്കിറക്കപ്പെട്ടു. അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. അത് 11-ാം അധ്യായം 23-ാം വാക്യത്തിലാണ് ഉള്ളത്. നാം കണ്ട ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ നിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ്, എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.